പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഭാരതം സൗദി സംയുക്ത പ്രസ്താവന. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തെ ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഭീകരത മാനവരാശിക്ക് നേരെയുള്ള ഗൗരവമേറിയ ഭീഷണിയെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഭീകരതയെ പ്രതിരോധിക്കാൻ സൗദിയും ഭാരതവും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പരാമർശിക്കുന്നു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്തമായാണ് പഹൽഗാമിലെ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രസ്താവനയും ഇരു രാജ്യങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതും അടിയന്തരമായ നടപടികളുടെ ഭാഗമായി അദ്ദേഹം ഡിപ്ലോമാറ്റിക് ഡിന്നർ, അതായത് ഈ സന്ദർശനത്തിന് അവസാനമുള്ള ഒരു ഔദ്യോഗികമായ വിരുന്ന് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് അടിയന്തരമായി തന്നെ ഇന്ത്യൻ നയതന്ത്ര സംവിധാനങ്ങളെല്ലാം ചേർന്ന് സംയുക്ത പ്രസ്താവന തയ്യാറാക്കിയിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുന്നത്, ഭീകരവാദം മനുഷ്യനുള്ള അല്ലെങ്കിൽ മാനവികതയ്ക്ക് എതിരായ വലിയൊരു കുറ്റകൃത്യമാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇത്തരത്തിൽ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാനും സാധ്യമല്ല. ഭീകരവാദത്തിനെതിരെ സംയുക്തമായ പോരാട്ടം നടത്തുമെന്ന് ഭാരതവും സൗദി അറേബ്യയും സംയുക്തമായി പ്രസ്താവിക്കുകയായിരുന്നു ഈ പ്രസ്താവനയിലൂടെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ ഈ നിലപാട് ഏറെ പ്രാധാന്യമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, സൗദി അറേബ്യയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്റ്റേറ്റ് വിസിറ്റിനെത്തിയ വേളയിൽ നടന്ന ഒരു ആക്രമണം കൂടിയായതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു സൗദി അറേബ്യ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും സൗദിയിലെ ഈ ഇടപെടൽ, സൗദിയുടെയും ഭാരതത്തിന്റെയും ഈ ഇടപെടൽ കൃത്യമായ ഒരു സൂചന തന്നെയാണ് തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളുടെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രോഹിണി. ശരി ഐസൻ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഭാരതം സൗദി സംയുക്ത പ്രസ്താവന. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തെ ഇരു രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.